ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വന്നിരിക്കുന്നത് നമ്മളെ മെജൂസ് പാർക്കിലെ ഭയങ്കര സ്മാർട്ടായിട്ടുള്ളൊരു ടീച്ചറാണ്. ടീച്ചർ എന്ന് മാത്രം നമുക്ക് കൃഷ്ണപ്രിയയെ വിളിക്കാൻ പറ്റില്ല. ആൾ നമ്മളടുത്ത് മെജൂസ് പാർക്കിൽ ജോയിൻ ചെയ്ത് ആൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തു. പെർഫോമൻസും കാര്യങ്ങളും നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ ഒരു പടി മുകളിലാണ് ഓരോ കാര്യത്തിലും കൃഷ്ണപ്രിയയുടെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. ഇന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞ് ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നെക്സ്റ്റ് ഡേ തന്നെ പോയിട്ട് ആളുടെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി എന്നുള്ളതൊക്കെയാണ് കാണാൻ പറ്റിയത്. കാരണം അത്രയും സ്മാർട്ടാണ്, കാര്യങ്ങളിലേക്ക് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആൾ മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റിയത്. അപ്പോൾ തന്നെ നമുക്കറിയായിരുന്നു കൃഷ്ണപ്രിയൊക്കെ പെട്ടെന്ന് കയറി പോകുന്നുള്ളത്. അതുപോലെ നമ്മൾ മെജൂസ് പാർക്കിൻ്റെ ഓൺലൈനിൽ ഡെമോൺസ്ട്രേഷന് ഇൻ്റർവ്യൂ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ നമുക്കൊരു അമേരിക്കൻ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഒരാളാണ് കൃഷ്ണപ്രിയയുടെ ഇൻ്റർവ്യൂ എടുത്തത്. അവരുടെ ഇൻ്റർവ്യൂ സെഷന് കഴിഞ്ഞ് കുറേ ടീച്ചേഴ്സ്, നമ്മൾ ഓരോ ഇൻ്റർവ്യൂവിലും 10 to 15 ടീച്ചേഴ്സിനെയാണ് അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ ഡോക്ടർ എൻ്റെ അടുത്ത് എനിക്കൊരു മെസ്സേജ്, എനിക്ക് കൃഷ്ണപ്രിയയുടെ CV ഒന്ന് തരുമോ എന്ന്. ഐ വാസ് സോ ഹാപ്പി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നല്ല പെർഫോമൻസ്, നല്ല അപ്പിയറൻസ്, അവരുടെ ഒരു റെസ്പോൺസ്, കാരണം ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനുള്ളവരുടെ അപ്രോച്ചിങ്, ഇതെല്ലാം ഭയങ്കര ഇഷ്ടമായി അമേരിക്കൻ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളിന്. സോ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, കൃഷ്ണപ്രിയ ജിദ്ദയിലല്ല, ആള് വേറെ സ്ഥലത്താണുള്ളത് എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര നന്നായിട്ട് പറഞ്ഞു, അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മെജൂസ് പാർക്കിൻ്റെ ട്രെയിനിങ് എടുത്തവരും അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് സ്കൂൾ സെക്ഷനിൽ ആണ് കൃഷ്ണപ്രിയയുടെയൊക്കെ ഇൻ്റർവ്യൂ സെക്ഷൻ വരുന്നത്. അതൊക്കെ വാച്ച് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതാണ് ഫസ്റ്റ് പറയാനുള്ളത്. ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. കൃഷ്ണപ്രിയയുടെ ഒരു കരിയർ ജേണി, ആൾ എവിടുന്നാണ് വന്നത്, എങ്ങനെയാണ് ഇവിടെ ജോബ് നോക്കുന്ന കാര്യങ്ങൾ കൃഷ്ണപ്രിയ നിങ്ങളടുത്ത് പറയും. കൃഷ്ണപ്രിയ നാട്ടിൽ നിന്ന് എവിടുന്നാണ് വരുന്നത്, എങ്ങനെയാണ് ആ കരിയർ ജേണി, എങ്ങനെയുണ്ട്, അതും വേറൊരു കാര്യം കൂടി എനിക്ക് അറിയാൻ പറ്റി. അത് ഞാൻ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു വേക്കൻസി കാണുന്ന സമയത്ത് എന്നെ ഇതിലേക്ക് എടുക്കുമോ, ഇവർ PGC ചോദിക്കുന്നുണ്ട്, അമേരിക്കൻ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് എന്നുള്ള ഡൗട്ട്ഫുള്ളായിട്ട് നമ്മൾ പലരും ഇരിക്കും. നിങ്ങൾക്ക് ആ പേടിയും മാറും കൃഷ്ണപ്രിയ കണ്ടാൽ. കാരണം ഒരു ലാസ്റ്റ് ഇയറിൽ നമ്മുടെ ടീച്ചേഴ്സിന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഏഷ്യൻസിനെ എടുക്കാത്ത സ്കൂളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് അവിടെ നമ്മളെ സെലക്ട് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും. അതുപോലെ കൃഷ്ണപ്രിയക്ക് ജോബ് കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻസിനെ എടുക്കാത്തൊരു കമ്പനിയിൽ അവരുടെ ഫീമെയിൽ സെക്ഷനിലേക്കാണ്. അതും ഒരു എക്സാമ്പിളാണ്. ഐ എം വെരി പ്രൗഡ് ഓഫ് ഹർ. കാരണം ഇന്ത്യൻസ് അവിടെ ഇല്ല, അവിടെ അവർ കൃഷ്ണപ്രിയ എടുത്തു. സൗദികൾക്ക് കൊടുക്കുന്ന പോസ്റ്റാണ് കൃഷ്ണപ്രിയക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല കേട്ടോ, കൃഷ്ണപ്രിയയിൽ നിന്ന് കേൾക്കാം. കൃഷ്ണപ്രിയ നാട്ടിൽ നിന്ന് എവിടുന്നാണ് വരുന്നത്, എങ്ങനെയാണ് ആ കരിയർ ജേണി, അതുപോലെ ഇപ്പോൾ കിട്ടിയ ജോബും ഫൈനലൈസ് ചെയ്തിട്ടില്ല അല്ലേ, തീരുമാനം എടുക്കാതെ ഇരിക്കുകയെന്നും എനിക്കറിയാം. എന്നാലും ആ ജേണി ഒന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. പ്ലീസ് പറഞ്ഞോളൂ. ഓക്കെ മാം. ആദ്യം തന്നെ എ ബിഗ് താങ്ക്സ് ടു യു മാം. കാരണം ഞാനിവിടെ സൗദിയിൽ ജോബ് നോക്കാനായിട്ട് കാരണം, അതായത് ജോബ് നോക്കാനായിട്ട് എനിക്കൊരു മോട്ടിവേഷൻ തന്നതും, അതുപോലെ ഞാൻ എന്നെ തന്നെ ഒരുപാട് പോളിഷ് ചെയ്യേണ്ടത് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതും, അതിൽ മാമിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞങ്ങളിവിടെ ജോബ്, ഞാനും ഹസ്ബൻഡും പിന്നെ എനിക്ക് വേണ്ടി ഇവിടെ സൗദിയിൽ ജോബ് നോക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് ഉണ്ടോ എന്നൊക്കെ കുറെ അന്വേഷിച്ചു. അപ്പൊ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്, എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത്, എല്ലാവരും റെസ്പോൺസ് ശരിക്കും ഡിസപ്പോയിന്റിങ് ആയിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഇവിടെ ഫീമെയിൽ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ചും കൂടുതലുള്ളത് മെഡിക്കൽ ഫീൽഡൊക്കെ ആണെങ്കിൽ ജോബ് പിന്നെയും കിട്ടും. അതല്ലാതെ ഇപ്പൊ എനിക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളത് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുണ്ട്, പിന്നെ HR ആണ് ഉള്ളത്, HR ഫീൽഡിലുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും പറഞ്ഞത്, ടീച്ചിങ്ങിലാണെങ്കിൽ BEd കമ്പൽസറി ആണ്. എനിക്ക് BEd ഇല്ല, BEd കമ്പൽസറി ആണ്. പിന്നെ HR ഫീൽഡിലാണെങ്കിൽ സൗദീസിന്റെ പോസ്റ്റ് ആണ്. അപ്പൊ ഇനി അഥവാ കിട്ടുകയാണെങ്കിലും അല്ല അസിസ്റ്റന്റ് ആണെങ്കിൽ തന്നെ അത് മെയിൽ കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും പ്രിഫർ ചെയ്യുക, കിട്ടില്ല എന്നൊക്കെ രീതിയിലാണ് ഞാൻ കേട്ടത്. അപ്പൊ ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിരുന്നു, ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു.
അപ്പോൾ പക്ഷെ എന്നാലും ഞാൻ എന്നാ ഓക്കെ ഒരു വല്ല ഓഫീസ് ജോബ് എന്തെങ്കിലും നോക്കാം എന്ന് കരുതി ഞാൻ കുറെ സെർച്ച് ചെയ്തു. അപ്പൊ എനിക്ക് ഇവിടുത്തെ ഏരിയാസ് ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ ജനറൽ ആയിട്ട് സെർച്ച് ചെയ്തു. അപ്പൊ കാണുന്നതും ഞാൻ ഇതേപോലെ തന്നെ കണ്ടത്. കാരണം ഒക്കെ എല്ലാത്തിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും സൗദി നാഷണൽസ് പ്രിഫേർഡ് അങ്ങനെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ജോബ് വാക്കൻസീസ് തന്നെ കാണുന്നത് വളരെ കുറവായിരുന്നു ഫീമെയിൽസിന്. അപ്പൊ പിന്നെ തോന്നി അങ്ങനെ വിടാനും എനിക്ക് തയ്യാറല്ല. എനിക്ക് ജോബ് വേണം എന്നുള്ളത് എനിക്ക് അത്യാവശ്യമാണ് ജോബ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിൽ വല്ല ടിപ്സും കിട്ടുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ സെർച്ച് ചെയ്തതാണ്. അപ്പോഴാണ് ഞാൻ മാമിന്റെ വീഡിയോ കണ്ടത്. ആക്ച്വലി ബി.എഡ് ഇല്ലാതെ സൗദിയിൽ എങ്ങനെ ടീച്ചർ ആകാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വേഗം കയറി നോക്കി. ആ വീഡിയോ ഫുൾ ഇരുന്ന് കണ്ടു. ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ അപ്പൊ തന്നെ കണ്ടു. ആ, ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഒന്ന് രണ്ട് കരിയർ ജേണി, അതുപോലെ മാമിന്റെ കരിയർ ജേണി കണ്ടു. അതുപോലെ തന്നെ ഇങ്ങനെ ജോബ് കരിയർ ഗ്യാപ്പ് ഉള്ളവർക്കും ജോബ് കിട്ടിയ വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പൊ ഭയങ്കര ഹാപ്പിയായി ഞാൻ. കാരണം അത്രയും ദിവസം ഞാൻ വിചാരിച്ചത് എനിക്ക് ടീച്ചിങ് ഒന്നും കിട്ടില്ല, ജോബ് തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആളായിരുന്നു. അപ്പൊ ഈ വീഡിയോസ് കണ്ടപ്പോൾ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അപ്പൊ തന്നെ ഞാൻ പാരന്റ്സിന്റെ അടുത്തൊക്കെ പറഞ്ഞു, മദർ ഇൻ ലോയോടൊക്കെ പറഞ്ഞു. അവരെല്ലാരും ഭയങ്കര ഹാപ്പിയായി. ബി.എഡ് വേണ്ടാന്ന് അറിഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളിപ്പോഴും ഇന്ത്യൻ സ്കൂളിന്റെ കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബ്രിട്ടീഷ് സ്കൂൾ അമേരിക്കൻ സ്കൂൾ നമ്മൾ ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് പറ്റില്ല. ഒന്നാമത് ലാംഗ്വേജ് ഒരു പ്രോബ്ലം, ഫ്ലുവൻസി അതൊക്കെ ഒരു പ്രോബ്ലം. ഇപ്പൊ ഞാനാണെങ്കിലും ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ പ്ലസ് ടു വരെയും ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. ഡിഗ്രി അതേ ഗവൺമെന്റ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ മൊത്തത്തില് ഞാൻ ഇംഗ്ലീഷിലൊന്നും പഠിക്കുന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ ജോബ് കിട്ടിയ ശേഷം ടീച്ചിങ്ങിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുമ്പോൾ നമ്മള് സ്കൂളിൽ ഇംഗ്ലീഷ് അല്ലല്ലോ, നമ്മൾ ലോക്കൽ നമ്മുടെ മലയാളം ലാംഗ്വേജ് തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. പിന്നെ HR ഫീൽഡിലേക്ക് ഞാൻ മാറിയ സമയത്താണ് പിന്നെയും എനിക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വേണ്ടി വന്നിട്ടുള്ളത്. കാരണം അപ്പൊ ഇന്റർ സ്റ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കുറച്ചെങ്കിലും എനിക്ക് ഇംഗ്ലീഷ്, ബിഗിനിങ്ങിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെയാണ് കുറച്ച് ഒന്ന് സംസാരിക്കാം എന്നുള്ള രീതിയിലായത്. അപ്പോൾ ബ്രിട്ടീഷ് സ്കൂൾ അമേരിക്കൻ സ്കൂളൊക്കെ പറയുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ വയ്യ. പക്ഷെ എന്നാലും എനിക്ക് കുറച്ച് ഹാപ്പി ആയി ഇത് കേട്ടപ്പോൾ, B.എഡ് വേണ്ട എന്നുള്ളത് കേട്ടപ്പോൾ. ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലും പഠിക്കാം എന്ന് കരുതി. പിന്നെ കുറച്ചുകൂടി വീഡിയോസ് മാമിന്റെ ഞാൻ അന്ന് തന്നെ ഒരു 10 വീഡിയോയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ലാംഗ്വേജ് അത്ര പ്രോബ്ലം അല്ല. നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലായാൽ മതി എന്നുള്ളത് വീഡിയോസ് കണ്ടപ്പോൾ, മാമിന്റെ ഓരോ വീഡിയോസും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് ഈ എന്റെ സബ്ജക്ട്, ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ ബിസിനസ് അക്കൗണ്ടിങ്, അപ്പൊ ഇതൊക്കെ ഇപ്പൊ +2 എനിക്ക് അറിയില്ല. ബ്രിട്ടീഷ് കരിക്കുലം എങ്ങനെയാ, അമേരിക്കൻ എങ്ങനെയാന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ കൂടുതൽ വീഡിയോസ് കണ്ടു. അപ്പൊ പിന്നെ മാമിന്റെ കരിയർ ജേണിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം M.Com ആണ് പറഞ്ഞപ്പോ ഓക്കെ, സമാധാനമായി. ഓക്കെ, അപ്പൊ ഉണ്ട് എന്ന് മനസ്സിലായി. 5G CSE ഒക്കെ പിന്നെ എനിക്ക് അപ്പോഴാണ് ഈ ബ്രിട്ടീഷ് കരിക്കുലം അമേരിക്കൻ എല്ലാം എനിക്ക് മനസ്സിലാവണത് അപ്പോഴാണ്. അപ്പോ ഞാൻ കൂടുതൽ ഇങ്ങനെ പഠിച്ചു, എന്താണ് അതിൽ സബ്ജക്റ്റിൽ എന്താ പഠിപ്പിക്കാനുള്ളത്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി. പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷെ നമ്മളൊരു റാൻഡം ആയിട്ടൊരു വീഡിയോ ആണെന്ന് നമ്മൾ ചിന്തിക്കും. കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ നമ്മൾ ചിന്തിക്കുമല്ലോ, ഇതിപ്പോ ജെന്യുവിൻ ആണോ നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി മാം പെരിന്തൽമണ്ണ തന്നെയാണ്, എനിക്ക് നിയർ ബൈ ആണെന്ന് മനസ്സിലായി. ഞാൻ പട്ടാമ്പിയാണ് എൻ്റെ സ്ഥലം. അപ്പോൾ അടുത്താണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ വല്ല ചാൻസ് ഉണ്ടോ മാമിന്റെ വല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ അന്വേഷിച്ചു. പിന്നെ നോക്കുമ്പോൾ കാലിക്കറ്റ് മാം മീറ്റപ്പ് വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു. 2024 സംതിങ്. അപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇനി ഉണ്ടാവോ ആവോ, എന്തെങ്കിലും ഒന്ന് മാമിനെ ഒന്ന് നേരിട്ട് കാണായിരുന്നു, ഇത്രയും പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാം, എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കായിരുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അപ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ മാം കഴിഞ്ഞ വർഷത്തെ കാലിക്കറ്റ് മീറ്റപ്പ് വെച്ചത്. അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു എന്തായാലും പോണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ മാമിന്റെ ഫ്രീ ക്ലാസ്സസ് കാണാറുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഫ്രീ ക്ലാസ്സസിനെ പറ്റി അന്വേഷിച്ചു. സജന മാമിനൊക്കെ മെസ്സേജ് ചെയ്തു. അപ്പൊ ഫ്രീ ക്ലാസ്സസിൽ കയറാൻ തുടങ്ങി. അപ്പോഴും ഞാൻ ഒരുപാട് പേരുണ്ട് എന്നെ പോലെ കുറേ പേര് ഇങ്ങനെ ജോബ് നോക്കുന്നുണ്ട് സൗദിയിൽ ഒക്കെ അപ്പോഴും ഞാൻ അറിയണത്. പിന്നെ മാമിന്റെ ടിപ്സ് ഫ്രീ ക്ലാസ്സിൽ തന്നെ നമുക്ക് ഒരുപാട് ടിപ്സ് കിട്ടി. CV എങ്ങനെ ഉണ്ടാക്കണം എന്നാണെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും ഒക്കെ മാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇപ്പൊ HR ഫീൽഡിലായതുകൊണ്ട് എനിക്ക് ജനറലി അറിയായിരുന്നു. ഞാനും റിക്രൂട്ടർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം ഒരാളെ എന്തൊക്കെയാ നോക്കുക, CV എന്തൊക്കെയാ നോക്കുക, ഇന്റർവ്യൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷെ ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ GCC കൺട്രീസിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റി ഐഡിയ ഇല്ല. അതെനിക്ക് കിട്ടിയത് മാമിന്റെ അടുത്ത് തന്നെയാണ്. എങ്ങനെ CV എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, ഒരുപാട് ചേഞ്ചസ് എനിക്ക് വരുത്താനുണ്ടായിരുന്നു. CV ATS ഫ്രണ്ട്ലി CV ഉണ്ടാക്കാനൊക്കെ എനിക്ക് അറിയായിരുന്നു. പക്ഷേ GCC കൺട്രിയിൽ എന്താ നോക്കുക എന്നറിയില്ല. അപ്പൊ അത്
എനിക്ക് കിട്ടിയത് മാമിന്റെ വീഡിയോസ് നിന്നാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ്. അതായത് ഇവിടെ ഈ ജോബ് കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നതും മാമിന്റെ വീഡിയോസ് കണ്ടിട്ടാണ്. കാരണം ഒരുപാട് ഇതേപോലെ എന്റെ പോലെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ആൾക്കാർക്ക് സക്സസ് ആയി വന്നിട്ടുണ്ട് മാമിന്റെ ഗൈഡൻസ് വഴി. അപ്പോൾ അങ്ങനെ വിചാരിച്ചു, ഓക്കെ, കാലിക്കറ്റ് മീറ്റപ്പിന് ഞാൻ പോയി. ഫ്രീ ക്ലാസ്സിൽ നിന്ന് ടിപ്സ് കിട്ടി. കാലിക്കറ്റ് മീറ്റപ്പിന് പോയി ഒരുപാട് പേരെ കാണും, അപ്പോൾ കണക്ഷൻസ് ഉണ്ടാക്കാനും പറ്റും നമുക്ക് സൗദിയിലുള്ള ആൾക്കാരായിട്ട്. അങ്ങനെയൊക്കെ വിചാരിച്ച് മാമിനെ ഒന്ന് കാണുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മാമിന്റെ ഒരു സ്പീച്ച് ആണെങ്കിലും അതൊക്കെ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. പിന്നെ ഒരുപാട് പേരെ കണ്ടു, എല്ലാവരും ഇങ്ങനെ ജോബ് ആഗ്രഹിച്ച് വരുന്ന ഒരു കണക്ഷൻസ് എനിക്ക് കിട്ടി അവിടെ. എനിക്കിപ്പോ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. അവിടുന്ന് കണ്ട ഒരു ഫ്രണ്ട് ഇപ്പോഴും ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോ അങ്ങനെ കുറെ ചാൻസസ് കിട്ടി. പിന്നെ അപ്പോഴാണ് മാം മെജൂസ് പാർക്ക് ലോഞ്ച് ചെയ്തത്. ആ സമയത്തായിരുന്നു. അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റി, വളരെ ഹാപ്പി ആയി. പിന്നെ ഞാൻ കോഴ്സ് എടുക്കണേ പറ്റി ആലോചിച്ചു. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി, എല്ലാം മനസ്സിലായി. അപ്പൊ ഞാൻ HBIT കോഴ്സ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴും ഞാൻ HR എനിക്ക് കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. കാരണം ടീച്ചിങ് ആണ് ഞാൻ അപ്പോൾ പ്രിഫർ ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ഞാൻ HBIT എടുത്തു. തിയറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പൊ കോഴ്സ് എടുത്തു, വീഡിയോസ് ഒക്കെ കണ്ടു. എനിക്ക് നല്ല ഹെൽപ്പായിരുന്നു. കാരണം ഒരുപാട് ടിപ്സ് കിട്ടി. അപ്പൊ ഡ്രസ്സിങ്ങിന്റെ കാര്യമാണെങ്കിലും ഈ മാം പറഞ്ഞ പോലെ തന്നെ മാം പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്തു. ഞാൻ സജന മാമിനെ അപ്പോൾ മെസ്സേജ് ചെയ്തിട്ട് ഇത് പറ്റുമോ ഇത് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മാം എനിക്ക് പറഞ്ഞു തന്നു. അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ സൗദിയിൽ വന്നത് നവംബർ ആ ടൈമിലാണ്. നവംബർ ലാസ്റ്റ് വീക്കിലാണ് എത്തിയത്. അപ്പൊ വരുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ നാട്ടിൽ നിന്ന് എല്ലാം പ്രിപ്പയർ ചെയ്തു. ഡ്രസ്സിന്റെ കാര്യങ്ങളാണെങ്കിലും മാം പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സ് ചൂസ് ചെയ്തു, ഷൂസ്, വാച്ച്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോ ഇവിടെ വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ പിന്നെ മാം പ്രാക്ടിക്കൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എന്തായാലും പ്രാക്ടിക്കൽസ് എടുക്കണം. കാരണം എനിക്ക് ഡെമോ ഒരു പ്രശ്നമായിരുന്നു. കാരണം ഞാൻ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ എനിക്ക് കൂടുതൽ അറിഞ്ഞപ്പോൾ മനസ്സിലായി ബ്രിട്ടീഷ് സ്കൂളിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം അവര് എൻക്വയറി ബേസ്ഡ് ലേണിംഗ് ആണല്ലോ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് ഐഡിയ ഇല്ല. എങ്ങനെയാണ് ആക്ടിവിറ്റീസ് കൊടുക്കുക, എങ്ങനെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്നുള്ളത് അറിയില്ല. അപ്പൊ എനിക്ക് ഡെമോയില് എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഇന്റർവ്യൂ പേടിയുണ്ട്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. ലാംഗ്വേജ് ഫ്ലുവന്റ് അല്ല. അതേപോലെ തന്നെ നമുക്ക് അവര് പറയുന്നത് മനസ്സിലാവോ എന്നുള്ളതൊക്കെ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ എനിക്ക് പേടി ഡെമോ ആയിരുന്നു. അപ്പൊ ഡെമോയിൽ എനിക്ക് എന്തായാലും പ്രാക്ടിക്കൽ സെഷൻ എനിക്ക് വേണം, എങ്ങനെ എടുക്കാന്ന് അറിയണം എന്നുണ്ടായിരുന്നു. തിയറി നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു, പക്ഷെ എന്നാലും നമ്മളൊക്കെ അങ്ങനെയല്ലല്ലോ, ഡെമോ നേരിട്ട് കാണണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പ്രാക്ടിക്കലിലും എടുത്തത്. എന്നിട്ട് പ്രാക്ടിക്കലി സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ്സസ് ഒക്കെ വാച്ച് ചെയ്തു. CV സെഷൻ കഴിഞ്ഞു. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച CV-യിൽ തിയറി കണ്ടിട്ട് ഉണ്ടാക്കി വെച്ച CV-ന് എനിക്ക് പിന്നെയും കറക്ഷൻസ് ഉണ്ടായിരുന്നു. അത് പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അത് ഞാൻ കറക്റ്റ് ചെയ്തു. പിന്നെ ഇന്റർവ്യൂ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് അപ്പോൾ ജോബിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്റർവ്യൂവിന്റെ കൂടി കഴിഞ്ഞിട്ട് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് സ്കൂൾസ് വളരെ കുറവാണ്. പിന്നെ എൻ്റെ സബ്ജക്റ്റിൽ ഉള്ള വാക്കൻസീസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വളരെ കുറച്ചുകൂടി ഡിസ്റ്റൻസ് പ്ലേസസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അടുത്തൊന്നും ഇതുവരെ എനിക്ക് കണ്ടിട്ടില്ല വാക്കൻസീസ്. അതുകൊണ്ട് ഞാൻ നേരിട്ട് പോയി കൊടുത്തില്ല. പിന്നെ ഡെമോക്ക് വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ. ഡെമോ കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ HR-ലേക്ക് കുറച്ചുകൂടി കൂടുതൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. കണ്ട വാക്കൻസിലൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും എനിക്ക് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു. എല്ലാവരും സൗദി നാഷണൽസ് അതാണ് കാണിക്കുന്നത്. അപ്പൊ എനിക്കതൊരു പ്രശ്നം. പക്ഷെ ഞാൻ എന്നാലും അപ്ലൈ ചെയ്തു. അങ്ങനെ ചാൻസസ് എടുക്കണം എന്നാണല്ലോ. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഇന്റർവ്യൂവിന്റെ ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്റർവ്യൂ എനിക്ക് ഡെമോ ആണ് കൂടുതൽ വരുന്നത്. എന്റെ ഇന്റർവ്യൂ തന്നെ ഞാൻ ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഒരുപാട് കറക്റ്റ് ചെയ്യാണ്ട്. ഞാൻ വിചാരിക്കുന്ന പോലെ എനിക്ക് അവർ പറയുന്നതൊക്കെ മനസ്സിലാവണം. എനിക്ക് ആകെ പേരുന്നത് ഞാൻ പറയുന്നവർക്ക് മനസ്സിലാവോ, എന്റെ ഇംഗ്ലീഷ് പ്രശ്നമാണോ എന്നുള്ളതായിരുന്നു. പക്ഷെ അത് മാത്രമല്ല എനിക്ക് പ്രശ്നം, എനിക്ക് വേറെയും കുറെ കറക്ഷൻസ് ചെയ്യാനുണ്ട്. അതായത് ഇപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും കൂടി ഇരുന്നിട്ടാണ് എന്റെ വീഡിയോ കണ്ടത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഈസ് വെരി സപ്പോർട്ടീവ്. അപ്പോൾ ആള് ഇങ്ങനെ പറയും, ഇന്നത് ചെയ്യണം. എനിക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവാണ് ഇതൊക്കെയാണ് എനിക്ക് പറ്റുന്ന മിസ്റ്റേക്സ്. ഒന്നാമത് ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് സ്പീഡ് കൂടുതലാണ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് സംസാരിക്കുക. അതെപ്പോഴും ഹസ്ബൻഡ് പറയാറുണ്ട് പതുക്കെ സംസാരിക്കുക. പക്ഷെ അത് നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കണേ. പിന്നെ അതേപോലെ ഒരു സെന്റൻസ് കഴിഞ്ഞാൽ നിർത്തണം, അത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറെ ടിപ്സ് എനിക്ക് കിട്ടി. ഞാൻ എന്നെ തന്നെ സ്വയം കറക്റ്റ് ചെയ്യണം, ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട്. പിന്നെ അതേപോലെ ഞാൻ ഫില്ലേഴ്സ് കുറെ യൂസ് ചെയ്യാറുണ്ട്, അതൊക്കെ മാറ്റണം. പിന്നെ അറീബ മാം എനിക്ക് ഒരുപാട് ടിപ്സ് തന്നു, എനിക്ക് നല്ല ഹെൽപ്പായി തോന്നി. പിന്നെ ഞാൻ തന്നെ എൻ്റെ ഇന്റർവ്യൂ സ്വയം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം എവിടേക്കാണ് നമുക്ക് മിസ്റ്റേക്സ് വരണേ എന്ന് മനസ്സിലാവാണ്. പിന്നെ അതേപോലെ ബാക്കിയുള്ളവരുടെ ഇന്റർവ്യൂസ് ഞാൻ ഇരുന്ന് കണ്ടു.
അപ്പൊ കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഒരുപാട് കറക്ഷൻസ് വരും. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം എന്നുള്ളത് ക്ലിയർ ആയി ശരിക്കും. അത് നല്ല ഹെൽപ്പായിരുന്നു. പിന്നെ കൃഷ്ണപ്രിയ ആ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു പോയിന്റ് വളരെ നന്നായി. അതായത് എപ്പോഴും നമ്മൾ പറയുന്നതാണ്, നമ്മൾ ഉം, ഏത് ട്രെയിനിങ് മെജൂസ് പാർക്ക് അല്ല, നമ്മളിപ്പോൾ കോളേജിൽ പഠിക്കുകയാണെങ്കിലും പുറത്തുനിന്ന് ട്രെയിനിങ് എടുക്കുകയാണെങ്കിലും നമ്മളെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടെ കറക്ഷൻസ് വെച്ചാൽ പെട്ടെന്ന് കയറിപ്പോകും. ഇപ്പോൾ അതെ അതെ വീണ്ടും ഡെമോ, അതായത് ഇന്റർവ്യൂ നിങ്ങൾ നോക്കിയിട്ട് വീണ്ടും അവിടെ കറക്ഷൻ നടത്തി അല്ലേ? ഇനിയും അതെ അതെ എനിക്ക് മാറണം എന്നുള്ളത് മനസ്സിലായി. അതുപോലെ അതെ ഇന്റർനാഷണൽ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ കിട്ടി. പിന്നെ അതെ ഇവിടെ HR ഇപ്പോൾ കമ്പനിയിലാണല്ലോ ജോബ് ഉം, കിട്ടിയത്. ഉം. അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഉം, yes. ഇവിടെ എനിക്ക് ഈ ജോബ് എനിക്ക് ആക്ച്വലി കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാല് ഞങ്ങള് ഇവിടെ താമസിക്കുന്നിടത്ത് നൈബറായിട്ട് ഒരു മലയാളി ഫാമിലി ഉണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോബ് നോക്കുന്നുണ്ട് HR-ലും ടീച്ചിങ്ങിലൊക്കെ. അപ്പൊ അവര് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് എനിക്ക് തന്നതാണ്. അപ്പൊ അവര് ഇങ്ങനെ അയച്ചു നോക്കൂ ഇങ്ങനെ അപ്പോഴും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇന്ത്യൻസ് മലയാളീസ് ഒക്കെ മെയിൽ സ്റ്റാഫുകളുണ്ട്. പക്ഷെ അവര് ഫീമെയിലിനെ എടുക്കാറില്ല. മലയാളി പിന്നെ എച്ച് ആർ എന്നല്ല അവിടെ ഫീമെയിൽ സ്റ്റാഫ് ഇന്ത്യൻസേ ഇല്ല. മലയാളിന്ന് മാത്രമല്ല ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ എടുക്കാറില്ല അവർ ഇന്ത്യൻസിനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒന്ന് അയച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് എന്തായാലും വാക്കൻസി ഇപ്പം ഉണ്ട് അവിടെ. അപ്പൊ ഒന്ന് അയച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും CV അയച്ചു. പിന്നെ എനിക്ക് എന്തോ ദൈവം സഹായിച്ച് കോള് വന്നു, ഇന്റർവ്യൂ കോള് വന്നു. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു വെനസ്ഡേ ആണ് എനിക്ക് കോള് വന്നത്. അവിടുത്തെ റിക്രൂട്ട്മെന്റ് മാനേജറാ വിളിച്ചത്. അറബിക് ആയിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത്. അറബിക് അല്ല, അറബി ആയിരുന്നു ആള്. അപ്പൊ ഇങ്ങനെ അപ്പൊ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആളുടെ സ്ലാങ്ങും എനിക്ക് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഓക്കെ ആയി, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ആൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തു. പിന്നെ അപ്പൊ അയാള് പറഞ്ഞു സൺഡേ ഇന്റർവ്യൂവിന് നേരിട്ട് വരാൻ പറഞ്ഞു, ഡയറക്റ്റ് ആയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ പിന്നെ ഒന്നുകൂടി പ്രിപ്പറേഷൻ തുടങ്ങി ഞാൻ. വീണ്ടും ഈ ഇന്റർവ്യൂവിന്റെ മാമിന്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി, പോളിഷ് ചെയ്യാനുള്ളതൊക്കെ നോക്കി. പിന്നെ ഹസ്ബൻഡും ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ കറക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തു കേട്ടോ. ഹസ്ബൻഡ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാനിങ്ങനെ പറയും, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയും ചെയ്തു. പിന്നെ അറബിക്കിലുള്ള കോൺവെർസേഷൻ എനിക്ക് മനസ്സിലാവാൻ വേണ്ടി, ആരാ ഇന്റർവ്യൂ എടുക്കാന്ന് അറിയില്ല, പക്ഷെ എന്നാലും അങ്ങനെ ആണെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ അറബി അറബി സംസാരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടു. ഹസ്ബൻഡ് കേൾപ്പിച്ചു തന്നു. ഫ്രണ്ട്സിന്റെ കോവർക്കേഴ്സിന്റെ ഒക്കെ കേൾപ്പിച്ചു തന്നു. അപ്പൊ അങ്ങനെ കുറച്ച് യൂസ്ഡ് ആയി. എന്തായാലും ഒരു പിന്നെ രണ്ട് മൂന്ന് നമ്മുടെ ദിവസം ഇതിലും സമയം. ഉണ്ടല്ലോ അറബി ആ ഇന്റർവ്യൂ. ആ യെസ് യെസ്. അപ്പോ നമുക്കത് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ എന്നിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി. കമ്പനിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ രണ്ടുപേരാ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ എടുക്കാനായിട്ട്. ഈ പറഞ്ഞ പോലെ അവിടുത്തെ HR മാനേജറും പിന്നെ HR സൂപ്പർവൈസറും ആയിരുന്നു ഇന്റർവ്യൂ എടുത്തത്. അപ്പോൾ ഈ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യയിലുള്ള എക്സ്പീരിയൻസിന്റെ കാര്യങ്ങളാണ് ചോദിച്ചത്. എങ്ങനെയാ വർക്ക് ചെയ്തത്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ അവിടെ ട്രെയിനിങ്ങും അതേപോലെ എംപ്ലോയി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ മുന്നേ കോർഡിനേറ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ പറ്റിയിട്ട് കൂടുതൽ ചോദിച്ചു അവര്. പിന്നെ എക്സലിന്റെ കാര്യങ്ങൾ, അത് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചത്. പിന്നെ പേഴ്സണലി ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെ എല്ലാം കഴിഞ്ഞു. പിന്നെ കമ്പനിയെ പറ്റി ചോദിച്ചു. അപ്പം അത് നമ്മൾ എപ്പോഴും മാം പറയാറുണ്ടല്ലോ, നമ്മൾ ഏത് ജോബിന് പോകുമ്പോഴും ആദ്യം ഇപ്പൊ സ്കൂളാണെങ്കിലും അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ട് പോകണം. സ്കൂളിനെ പറ്റി മനസ്സിലാക്കണം. കമ്പനി ആണെങ്കിൽ കമ്പനിയെ പറ്റി നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം മാക്സിമം. അപ്പൊ അവർ ചോദിച്ചു എന്താണ് ഈ കമ്പനിയെ പറ്റി അറിയോ, എന്താ അറിയാ എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് അപ്ലൈ ചെയ്തേ എന്നുള്ള കാര്യം ചോദിച്ചു. അപ്പൊ അത് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഫീൽഡ് എടുത്തത്, അതൊക്കെ എല്ലാവരും എനിക്ക് തോന്നുന്നു ടീച്ചിങ്ങിലാണെങ്കിലും ഏത് ജോബിനാണെങ്കിലും അവർ ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഈ ഫീൽഡ് ചൂസ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ജനറൽ ക്വസ്റ്റ്യൻസ്. പിന്നെ കൂടുതൽ ജോബ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അങ്ങനെ ചോദിച്ചു. പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ ആള് അതിലുള്ള അറബി ആയിരുന്നു മാനേജർ. അപ്പൊ ആള് പറഞ്ഞു എൻ്റെ അടുത്ത് നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല കാൻഡിഡേറ്റ് ആണ്, അതേപോലെ തന്നെ അപ്പിയറൻസ് ഒക്കെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. പക്ഷെ കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെ കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി. വിസ അവര് തന്നോ അതോ തരാന്ന് പറഞ്ഞോ? എങ്ങനെയാണ് സെലക്ട് ചെയ്തപ്പോ ചെയ്തത് വിസ അവര്? അത് എന്നിട്ട് അപ്പോ പിന്നെ കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഇന്ത്യൻ ഫീമെയിലിനെ എടുക്കില്ല എന്ന് പറഞ്ഞല്ലോ.
അപ്പൊ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഞാൻ വിസിറ്റ് വിസ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്. അപ്പൊ അവര് പറഞ്ഞു വിസ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞു. നാട്ടിൽ പോയിട്ട് വിസ മാറ്റിയിട്ട് വന്നാ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കമ്പനിയില് ഉം. സ്കൂളിലെ പോലെയല്ല, അവര് വേറെയും കുറെ ഉം. ടീച്ചേഴ്സ് നമ്മളത് കിട്ടിയവരുണ്ട്, കമ്പനിയിൽ വർക്ക് ഉം. ചെയ്യുന്നവരുണ്ട്, ഉം. ബിടെക് കഴിഞ്ഞ് ജോബ് കിട്ടിയവരൊക്കെ ഉണ്ട്. അപ്പോൾ ഉം. അവരിതൊക്കെ ഇതുപോലെ തന്നെയാണ്. ഇവര് ഉം. ഇവിടുന്ന് ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മുടെ ഒരു പിന്നെ ടീച്ചിങ് ട്രെയിനിങ് എടുത്ത ആൾക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ കിട്ടിയ ഒരാളുണ്ട്. ഉം. ഉം. അവർക്ക് വിസ അവർ കൊടുത്ത് ഇനിയിപ്പോൾ അവർ നാട്ടിൽ പോയിട്ട് വരാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ആ, അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് നമ്മുടെ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്, ഇപ്പോൾ സൗദിയിൽ ലേഡീസിനെ എടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ദുബൈയിലൊന്നും പോലെയല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ അവർ ഫീമെയിൽ സെക്ഷനിൽ, മറ്റതിൽ നമ്മുടെ നാഷണാലിറ്റി മലയാളികളൊക്കെ ഉണ്ട്, പക്ഷെ ഫീമെയിൽ സെക്ഷനിൽ സൗദികളായിട്ടുള്ളവർ, അറബ്സ് തന്നെ ഒരുപാടുള്ളതുകൊണ്ട് അവരെയാണ് ഇവർ പ്രിഫർ ചെയ്യാറ്. പക്ഷെ നിങ്ങൾ അത്രയും സൂപ്പർ പെർഫോമൻസ് ആണെങ്കിൽ നിങ്ങൾ അവരെടുക്കും, പിന്നെ വിസയും തരും. അങ്ങനെ ഒരു സംഭവമുണ്ട്. നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നെങ്കിൽ കേട്ടോ. അപ്പൊ കൃഷ്ണപ്രിയ, അപ്പൊ ഇപ്പോഴും ഉം. ഫൈനലൈസ് ചെയ്തിട്ടില്ല കൃഷ്ണപ്രിയ, അതിലേക്ക് വേണോ അതോ സ്കൂളിലേക്ക് പോകണോ എന്നുള്ളത് അല്ലേ? ആ ആ, കിട്ടിയ ജേണി അത് നിങ്ങളോട് പറഞ്ഞു. ഇപ്പോഴും അത് അതെ. ഫൈനലൈസ് ചെയ്തോ? വിസ കിട്ടിയോ? വിസ അവർ ആ, തരാന്ന് അതായത് പറഞ്ഞിരിക്കുക. ഇപ്പൊ എനിക്ക് തോന്നണത്, എനിക്കിപ്പോ വിസ കിട്ടിയിട്ടില്ല. വിസ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇത് കിട്ടിയ സ്ഥിതിക്ക്, കാരണം ഇത് നിയർ ബൈ ആണ്, കുറച്ചുകൂടി പോയി വരാനൊക്കെ സുഖമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ പോവാമെന്ന് വിചാരിക്കുന്നുണ്ട്. പോയിട്ട് പക്ഷേ നാട്ടിൽ പോയിട്ട് വിസയിൽ ടീച്ചിങ് വരാന്ന് എനിക്ക് വിചാരിക്കുന്നു. ഇഷ്ടമുള്ള രണ്ട് പ്രൊഫഷൻ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഏതായാലും എനിക്ക് ഓക്കെ ആണ്. അപ്പൊ ഞാൻ നാട്ടിൽ പോയിട്ട് വരാം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ലാസ്റ്റ് ഒന്നും കൂടെ ആഡ് ചെയ്യാനുള്ള, കൃഷ്ണപ്രിയയുടെ ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. കാരണം നമ്മൾ താങ്ക് യു. എന്ത് കോഴ്സുകളും അതില്ലെങ്കിൽ എന്തും പഠിക്കുന്നതിലല്ല, നമ്മൾ അതിലേക്ക് എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. നമുക്ക് കോഴ്സുകളും ട്രെയിനിങ്ങുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് ഒരുപാട് അവൈലബിൾ ആണ് ഇപ്പോൾ. പക്ഷെ അധികം ആളുകളും ചെയ്യാത്തൊരു കാര്യം, അവർ എഫേർട്ട് ഇടൂല. അങ്ങനെ ആയാലും കിട്ടൂല. നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു അതിനനുസരിച്ചാണ് നമ്മൾ കയറി പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്ലെക്സിബിൾ ആകുക. ഇപ്പോൾ കൃഷ്ണപ്രിയ ടീച്ചർ ആവണമെന്ന് വിചാരിച്ചു, അധികം വേക്കൻസി കാണാത്തതുകൊണ്ട് നേരെ കമ്പനിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു, കിട്ടി, അവരിതാ വിസയും ഓഫർ ചെയ്തു. അപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ജോബ് നോക്കുന്നവരോട് കൃഷ്ണപ്രിയക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. അതായത് നമ്മൾ കിട്ടില്ല വിചാരിച്ച് ഇരിക്കരുത്. അതായത് നമ്മൾ ശ്രമിക്കണം, മാക്സിമം ശ്രമിക്കണം. ഇപ്പൊ എന്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം മുതലേ. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിരുന്നു, ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ പിന്നെ ഇങ്ങനെ കിട്ടാൻ, അതായത് നമുക്കൊരു ഒരു ചെറിയൊരു ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ മുതൽ ഞാൻ അതിൽ കയറി പിടിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടതെന്ന് എനിക്ക് എനിക്ക് തോന്നിയില്ല. കാരണം എനിക്കിപ്പോ യെസ്. ജോബ് കിട്ടിയതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. കാരണം നമ്മൾ നന്നായി വർക്ക് ചെയ്യണം. അതായത് നമ്മൾക്ക് എന്തെങ്കിലും, ആദ്യം നമ്മൾ നമ്മുടെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഓവർകം ചെയ്യാൻ നോക്കുക. നമ്മൾ ഇംപ്രൂവ് ചെയ്യാനുള്ള നോക്കുക. ഇപ്പൊ ഇതുപോലെ മാമിന്റെ സെഷനൊക്കെ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ CV ഉണ്ടാക്കുന്ന കാര്യം മുതൽ ഇവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കാര്യം വരെയും എനിക്ക് ഭയങ്കര ഹെൽപ്പ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മെയിനായിട്ട് എനിക്ക് ഈ പ്രാക്ടിക്കൽസ് എനിക്കത് സജസ്റ്റ് ചെയ്യാനുണ്ട് എല്ലാവരുടെ അടുത്തും. ഇവിടെ ജോബ് ടീച്ചിങ് ജോബ് ആണെങ്കിലും, മെയിൻലി ടീച്ചിങ് ജോബ് ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിലും, നിങ്ങൾ ഈ പ്രാക്ടിക്കൽ സെഷൻസ് എടുക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എനിക്കത് നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റി എനിക്ക് എന്തൊക്കെയാ കുറവുകൾ, ഞാൻ എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ നമ്മളെ തന്നെ കാണുകയാണ്. അതുപോലെ നമ്മളുടെ ബാക്കി ഒരുപാട് അവൈലബിൾ ആണ്. കുറേ ആൾക്കാരുടെ ഇന്റർവ്യൂസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കുറേ ഡെമോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ മാമിന്റെ ടിപ്സും കൂടി ആകുമ്പോൾ നമുക്ക് നന്നായി മാറ്റം വരും. അപ്പൊ എല്ലാവരോടും എനിക്ക് ഇംഗ്ലീഷ് പറയാനുള്ള, പേടിക്കാണ്ടോ? ഇല്ല, ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എനിക്ക് ഇല്ല, ഇല്ല, ഇല്ല. ഇല്ല. കാരണം ഇപ്പൊ എനിക്ക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഫ്ലുവന്റ് അല്ല ഇംഗ്ലീഷ്. പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അത് ബേസിക് ആയിട്ട് അറിയാം എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ മെയിൻലി എനിക്കും അതായിരുന്നു പേടി. പക്ഷെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ പറയണത് അവർക്ക് മനസ്സിലായാൽ മതി, അത്രേ വേണ്ടുള്ളൂ. ഓക്കെ കൃഷ്ണപ്രിയ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ടീച്ചേഴ്സ്, നിങ്ങൾ സ്കൂളിലേക്കാണെങ്കിലും കമ്പനിയിലേക്കാണെങ്കിലും ഇതുപോലുള്ള റിവ്യൂ വീഡിയോസ്, കാരണം ഇവരെ കൊടുന്ന് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കടന്നു പോയിട്ടുള്ള വഴികളാണ്. ഇതുപോലെ ഇവരൊന്നും യൂട്യൂബിൽ വന്ന് വീഡിയോ ചെയ്യുന്നവരൊന്നും അല്ല. പക്ഷെ പറയാം, മറ്റുള്ളവർക്ക് ഇത് ഹെൽപ്പ് ആവുന്നെങ്കിൽ ആവട്ടെ. ഇപ്പം എൻ്റെ അടുത്ത് കൃഷ്ണപ്രിയ പറയായിരുന്നു, മാം വിസയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്, അതും ഇനി സ്കൂളാണോ അതോ ഈ കമ്പനി തന്നെ എന്നുള്ളത് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. എന്നാലും മറ്റുള്ളവർക്ക് ഇത് ഹെൽപ്പ് ആവണമെങ്കിൽ ആവട്ടെ മാം, ഞാൻ വന്നിട്ട് പറയാമെന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സോ നിങ്ങളും നിങ്ങളുടെ ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് നോക്കുക, അത് നന്നായിട്ട് കറക്റ്റ് ചെയ്യുക. ഇംഗ്ലീഷിനൊന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് കൃഷ്ണപ്രിയ. താങ്ക് യു മാം.